നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മരണം മറ്റൊരു ലോകത്തേക്കുള്ള ഒരു യാത്രാമൊഴിയാണ്. ഉറ്റവരെയും ഉടയവരെയും പിരിവാനുള്ള വിധിയാണ് മരണം എന്നത് ഒരു യാഥാർത്ഥ്യം കൂടിയാകുന്നു. ജീവിതത്തെ പ്രകാശമാക്കാൻ പ്രയത്നിച്ച ശേഷം സ്വപ്നങ്ങൾ ബാക്കിവെച്ച് വിട പറയുന്ന ഒരു പ്രവാസി. സ്വന്തം കുടുംബത്തിനായി പ്രയത്നിച്ച് അവസാനം മരണം കീഴടക്കുമ്പോൾ അവസാനമായി ഒന്ന് കാണാൻ കൊതിച്ചത് സ്വന്തം ഉമ്മ മാത്രമാണ്. അത്തരത്തിൽ കരളലിക്കും കുറിപ്പ് വ്യക്തമാക്കുകയാണ് സാമൂഹ്യ പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരി. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: വെന്തുരുകുന്ന ചൂട് കാരണം മാറിലെ പാൽ പോലും പറ്റിയ ദയനീയ നിമിഷത്തിൽ മകന്റെ പ്രാണരക്ഷാർത്ഥം സൊഫാമർവ മലകൾക്കിടയിൽ ഓടി നടന്ന മാതൃത്വത്തിന്റെ മഹനീയ മാതൃക ലോകത്തിന് കാണിച്ചു തന്ന ഒരു മാതാവാണ് ഹാജ്റ ബീവി. മാതൃത്വത്തിന്റെ മഹനീയ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഹാജ്റ ബീവി എന്ന ഉമ്മയുടെ ചിത്രം നമ്മെ ഓർമ്മപ്പെടുത്താതെ പോകില്ല. അമ്മ, ഉമ്മ എന്ന രണ്ടക്ഷരങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വലിയ സ്ഥാനം തന്നെയാണ്. എല്ലാ മതഗ്രന്ഥങ്ങളും ചരിത്രവും നമ്മെ പഠിപ്പിക്കുന്നത് മാതാവിന് പ്രഥമ സ്ഥാനം നൽകിക്കൊണ്ടാണ്. ഉമ്മാക്ക് പകരം വെക്കാൻ ലോകത്തിന്റെ മുന്നിൽ പോലും ഒന്നുമില്ല. ഇത് ഇവിടെ ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ കാരണം മകന്റെ മയ്യത്തിനായി അവസാനമായി ഒരു നോക്ക് കാണുവാൻ ഒരു പാനീയം പോലും കഴിക്കാതെ മകന്റെ മയ്യത്തിന് വേണ്ടി അലമുറയിട്ട് കരഞ്ഞ ഒരു ഉമ്മാന്റെ വേദന ഞാൻ ഇന്ന് കേട്ടു. വർഷങ്ങൾക്ക് മുമ്പ് വലിയ കുടുംബത്തിലെ ഉത്തരവാദിത്വം പേറി പ്രവാസം ആരംഭിച്ച ആന്ധ്രാപ്രദേശ് സ്വദേശി ഹുസൈൻ ഹൃദയസ്തംഭനം മൂലം കഴിഞ്ഞ ആഴ്ച പ്രവാസത്തിനിടയിൽ മരണപ്പെട്ടു. കോവിഡ് മൂലമല്ല. COVID-19 മൂലം മരണപ്പെടുന്ന ആൾക്കാരുടെ മയ്യത്തുകൾ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് അതാത് സ്ഥലത്ത് മറവ് ചെയ്യുകയാണ് പതിവ്. അല്ലാതെ നാട്ടിലേക്ക് കൊണ്ടുപോകുവാൻ നിയമം അനുവദിക്കില്ല. COVID-19 വന്നത് കാരണം നാട്ടിലേക്ക് മയ്യത്തുകൾ അയക്കുമ്പോൾ ചില ബന്ധുക്കളും സുഹൃത്തുക്കളും എന്നോട് ചോദിക്കാറുണ്ട്, അവിടെ മയ്യത്ത് മറവ് ചെയ്യുവാൻ സാധിക്കുമോ എന്നൊക്കെ. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും വിഷമവും ദേഷ്യവും തോന്നാറുണ്ട്. ഒരു ദിവസം വൈകിയെങ്കിലും ഇന്ന് മയ്യത്ത് നാട്ടിലേക്ക് അയച്ചു. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ 2 ദിവസമായി ആ ഉമ്മയുടെ കണ്ണുനീർ ഞാൻ കേൾക്കുകയായിരുന്നു. എന്തു വന്നാലും ആ ഉമ്മയുടെ ആവശ്യം നിറവേറ്റി കൊടുക്കുമെന്ന് ഞാൻ മാനസികമായി തയ്യാറെടുക്കുമ്പോഴാണ് അങ്ങോട്ട് മയ്യത്തയക്കുവാൻ ബന്ധു വിളിച്ചു പറയുന്നത്. ക്വാറന്റൈനിൽ കിടക്കേണ്ടി വന്നാലും മയ്യത്തുമായി ആന്ധ്രയിലേക്ക് പോകുവാൻ ഞാൻ തയ്യാറായിരുന്നു. മാതാവിന്റെ സ്നേഹം തുളുമ്പുന്ന ഹൃദയത്തിനും അനുകമ്പാപൂർണമായ വാത്സല്യത്തിനും എന്ത് പകരം നൽകിയാലും മതിയാകില്ല. ജീവിച്ചിരിക്കുന്ന മാതാവിനെ നമ്മൾ സ്നേഹിക്കുക, ബഹുമാനിക്കുക. കണ്ണു പോയാലേ കണ്ണിന്റെ വിലയറിയൂ എന്നതുപോലെ തന്നെ സ്നേഹത്തിന്റെ ഫലവൃക്ഷവും വീടിന്റെ വിളക്കുമായ ഉമ്മ വേർപിരിയുമ്പോഴേ അവരുടെ മഹത്വവും സ്നേഹവും കാരുണ്യവും നമുക്ക് ബോധ്യപ്പെടൂ എന്നാണ് അഷ്റഫ് താമരശ്ശേരി കുറിച്ചിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.